ചെസ് ലോകകപ്പിൽ വൻ അട്ടിമറി. ലോക ചാമ്പ്യൻ ഡി ഗുകേഷ് മൂന്നാം റൗണ്ടിൽ തോറ്റു പുറത്ത്. 85ാം റാങ്കുകാരനായ ജർമ്മൻ താരം ഫെഡറിക് ആണ് ഗുകേഷിനെ അട്ടിമറിച്ചത്. അതേസമയം ഇന്ത്യയുടെ 1-ാം നമ്പർ താരം അർജുൻ എരിഗൈസിയും പ്രജ്ഞാനന്ദയും ഹരികൃഷ്ണയും പ്രണവും 4ാം റൗണ്ടിലേക്ക് മുന്നേറി. മലയാളി താരം SL നാരായൺ അടക്കം 3 താരങ്ങൾക്ക് ഇന്ന് ടൈ ബ്രേക്കർ പോരാട്ടവുമുണ്ട്. ഗോൾ വേട്ട തുടർന്ന് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി പ്രോ ലീഗിൽ അൽ നസറിനായി വീണ്ടും ഗോൾ നേട്ടം. റോണോയുടെ കരിയറിലെ 953ാം ഗോളാണിത്. നിയോമിയെ 1-നെതിരെ 3 ഗോളിന് തോൽപ്പിച്ച അൽ നസർ ലീഗിൽ 1ാം സ്ഥാനത്ത് തുടരുകയാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ചെൽസി 2ാം സ്ഥാനത്ത്. വോൾഫ്സിനെ എതിരില്ലാത്ത 3 ഗോളിനാണ് ചെൽസി തോൽപ്പിച്ചത്. ആവേശ പോരാട്ടത്തിൽ ലീഗിന് 1ാം സ്ഥാനത്തുള്ള ആഴ്സണലിനെ സണ്ടർലാൻഡ് സമനിലയിൽ കുരുക്കി. ഇരു ടീമും 2 ഗോൾ വീതം നേടി. ഇഞ്ചുറി ടൈമിലാണ് സണ്ടർലാൻഡ് താരം ബ്രോബി സമനില ഗോൾ നേടിയത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടോട്ടനം മത്സരവും 2 ഗോൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു. സ്പാനിഷ് ലീഗിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ജയിച്ചു. സ്പാനിഷ് ലീഗിൽ ജയം തുടരാൻ റയൽ മാഡ്രിഡ് ഇന്നിറങ്ങും. എവേ മത്സരത്തിൽ റയോ വയേക്കാനോ ആണ് എതിരാളികൾ. രാത്രി 8:45-നാണ് മത്സരം. നിലവിലെ ചാമ്പ്യന്മാരായ ബാഴ്സലോണ ഇന്ന് എവേ മത്സരത്തിൽ ഡെൽറ്റ വിഗോയെ നേരിടും. പുലർച്ചെ 1:30-ക്കാണ് മത്സരം. ലീഗിൽ റയൽ 1ാം സ്ഥാനത്തും ബാഴ്സ 3ാം സ്ഥാനത്തുമാണ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ സൗരാഷ്ട്രയ്ക്കെതിരെ ലീഡ് നേടാൻ കേരളം ഇന്നിറങ്ങും. സൗരാഷ്ട്രയുടെ 160 റൺസിനെതിരെ 2-82 എന്ന റൺസിൽ 2ാം ദിനമായ ഇന്ന് കേരളം ബാറ്റിംഗ് പുനരാരംഭിക്കും. 59 റൺസുമായി രോഹൻ കുന്നുമലും 2 റൺസുമായി അഹമ്മദ് ഇമ്രാനുമാണ് ക്രീസിൽ. സീസണിൽ ആദ്യ ജയം തേടിയാണ് സൗരാഷ്ട്രയ്ക്കെതിരെ കേരളം ഇറങ്ങുന്നത്.